നമ്മുടെ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്ന CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പെർമനന്റ് വേക്കൻസി ആയിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അതല്ലാതെ ഡയറക്റ്റ് ലിങ്കും ഞാൻ തരാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ. 5 ദിവസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേ ഉദ്യോഗാർത്ഥികൾ, കുറച്ച് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഓൺലൈൻ ഫോം ഫില്ലിങ്ങിനെ കുറിച്ചിട്ട് സംശയമുണ്ട്, അതിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്നുള്ള കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാരണം CSIR NISTയുടെ എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിത് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ എന്താണ്. ഈവൻ നമുക്ക് 1K വരെ വ്യൂസ് വരുന്നില്ല. അപ്പോൾ ആവശ്യക്കാർ കുറവാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് മെല്ലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാത്തിനും ചെയ്യാത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു മിനിമം നമുക്കൊരു കുറച്ച് കമൻറ്റ് മതി, അത്യാവശ്യം ആളുകൾക്ക് യൂസ് ചെയ്യും അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ആകും എന്നുള്ള ലെവലിലേക്ക് ഉള്ളൊരു കമൻറ്റ് ആണെങ്കിൽ, മീൻസ് അപ്പോൾ കുറച്ചധികം ആളുകൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ പറഞ്ഞുകൊണ്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അപ്ലൈ ആവുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ CSIR NIST ഇതിലേക്കാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം, ഓഫ്ലൈനായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ലിങ്ക് ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ വീഡിയോ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കാണിച്ചതില്ല, അതേ സെയിം വീഡിയോ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ്, വാട്സപ്പ് ലിങ്കാണ്. പിന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഡിസിപ്ലിനറി സയൻസ് എന്ന് പറഞ്ഞ തിരുവനന്തപുരം കൂടെ കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗമാണ് ഇവിടെ. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പൊസിഷനാണ് അടിയിൽ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വെച്ചാൽ അതേപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഓക്കെ, അതോടൊപ്പം നമ്മുടെ പേര് എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങൾ ഇനി മാറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ ആ പേര് മാറ്റിയ പേര് ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ചെയ്ത പേര്, കാരണം നമ്മുടെ SSLC ബുക്കിലുള്ള പേര് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പേര് ചിലപ്പോൾ നമ്മൾ പേര് മാറ്റുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ മാറ്റിയുള്ളവർ മാത്രം അവിടെ യെസ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഇനി ഇവിടെ മെയിൽ ID ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ്, നമ്മളൊരു മാക്സിമം 8 ക്യാരക്ടർ, മിനിമം 8 ക്യാരക്ടർ വരുന്ന രീതിയിലൊരു പാസ്വേഡ് കൊടുക്കുക. അത് റീടൈപ്പ് ചെയ്യുക ഇവിടെ. ഓക്കെ, അതിനുശേഷം രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുത്തു, രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം യു ഹാവ് ബീൻ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കാണാം. ഓക്കെ, ടു അപ്ലൈ ഓൺലൈൻ ഗോ ടു മെയിൻ മെനു ആൻഡ് ലോഗിൻ യൂസിങ് ദ രജിസ്റ്റേർഡ് ക്രെഡൻഷ്യൽ. അപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ്, യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താൽ നമ്മുടെ മെയിൽ ID ആണ് യൂസർ നെയിം ആയിട്ട് വരിക, പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ മെയിൻ മെനു എന്നുള്ള ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ലിങ്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ എന്ത് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൽ ID ഇവിടെ കൊടുക്കുക. നമ്മളെ ഇവിടെ കൊടുത്ത മെയിൽ ID ഉണ്ടല്ലോ, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത മെയിൽ ID ഉണ്ടല്ലോ, അവിടെ കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ലോഗിൻ എന്നുള്ളടത്ത് കൊടുത്ത്, ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത മെയിൽ ID, ഇവിടെ നമ്മൾ കൊടുത്ത മെയിൽ ID നമ്മളിവിടെ കൊടുക്കുക യൂസർ ID ആയിട്ട്. പിന്നെ പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ എന്ത് ഇവിടെ കൊടുക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റഡ് ഫോം. നമ്മൾ ഓൾറെഡി ഏതെങ്കിലും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അവിടെ കാണിക്കുക. അപ്പോൾ ഞാൻ ഫ്രഷ് ആണ്, അതിലേക്ക് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ നിൽ എന്നാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ ഫോർ ന്യൂ പോസ്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിലാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മൊബൈൽ വ്യൂ ആകുമ്പോൾ ചെറിയ രീതിയിൽ അലൈൻമെൻറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ലോജിക്കായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 2 വർഷം കഴിഞ്ഞു, ഏകദേശം 3 വർഷത്തിൻ്റെ അടുത്തൊക്കെ ആയി തോന്നുന്നു. ഏകദേശം നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണം. 89.8K ആയിട്ടുള്ളൂ, 88K ഒക്കെ ആയിട്ട് കുറേ അങ്ങനെ നിന്നിപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 1 lakh ഒക്കെ എത്തുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.
ഓക്കെ, അങ്ങനെ നമ്മളിതിൻ്റെ മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമിലാണ് ഇപ്പം കിടക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് സൈഡ് എടുക്കാം, ഒന്ന് ലെഫ്റ്റ് സൈഡും ഒന്ന് റൈറ്റ് സൈഡും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അവിടെ അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ഇവിടെ പോസ്റ്റ്, ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഏത് പോസ്റ്റാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ പോസ്റ്റ് കോഡ് ഉണ്ട്. ഈ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ട് കേട്ടോ. പോസ്റ്റ് കോഡ് ജസ്റ്റ് ഞാൻ കാണിക്കാം. അഡ്വർടൈസ്മെൻ്റ് എടുക്കുക നിങ്ങൾ. അഡ്വർടൈസ്മെൻറ്റിൽ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇതാണ് വിചാരിക്കുക, ഇതാ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. ഇതിൽ തന്നെ ജനറൽ ഉണ്ട്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഉണ്ട്, ദെൻ സ്റ്റോർ ആൻഡ് പർച്ചേസ് ഉണ്ട്. 3 കാറ്റഗറിയിലുണ്ട് ജൂനിയർ സെക്രട്ടറി. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറലാണ്. എല്ലാത്തിൻ്റെയും ക്വാളിഫിക്കേഷൻ സെയിം ആണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് പറയാതെ കേട്ടോ. അപ്പോൾ ജനറലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് കോഡ് ഇതാ JSA G25. അടുത്ത ഇതാണെങ്കിൽ ഫൈനാൻസ് അക്കൗണ്ട് ആണെങ്കിൽ JSA F25. അങ്ങനെ ഓരോ പോസ്റ്റിനും നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് ഇവിടെ കാണാം. അതിൻ്റെ നേരെയുള്ള പോസ്റ്റ് കോഡ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ നേരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വന്നിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആദ്യം ചെയ്യണം. ഓക്കെ, അത് ഞാൻ കാണിക്കാം. ഇവിടെ നമ്മൾ അത് സെലക്ട് ചെയ്യാം. JSA G25 ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, ആ പോസ്റ്റ് ആയതുകൊണ്ട്. ഇനി നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കുക. ആ പേര് ഓൾറെഡി നമ്മൾ കൊടുത്താണ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മൾ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള കോളാണ്, അത് നമ്മൾ ബ്ലാങ്ക് ആക്കിയുണ്ട്, അതവിടെ അങ്ങനെ കാണിക്കും. നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ ഏതാഴ്ച നിങ്ങളിവിടെ കൊടുക്കുക. ദെൻ ഇന്ത്യൻ ആണെന്നുള്ള യെസ് കൊടുക്കുക. കാറ്റഗറി ജനറൽ SC OBC ഏതാഴ്ച അത് കൊടുക്കാം. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള ഏതാഴ്ച നിങ്ങൾ കൊടുക്കാം. പിന്നെ റിലീജിയൻ ഇസ്ലാം അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ ഏതാഴ്ച കൊടുക്കാം. നിങ്ങൾ CSIR എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ യെസ് എന്ന് കൊടുക്കാം. മീൻസ് അതിലേതാണ് PWD HHOH ആണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോട്ട് PWD എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഇപ്പം ഞാൻ മെയിലാണ്, അതോടൊപ്പം തന്നെ ഞാൻ ജനറലുമാണ്, അതുകൊണ്ട് എനിക്ക് ഫീ വേണം. ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ അപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇനി ഇപ്പോൾ ഞാനിവിടെ കാറ്റഗറി, അതായത് ജെൻഡർ ഒന്ന് മാറ്റി ഞാൻ ഫീമെയിൽ ആക്കുകയാണ്. ഫീമെയിൽ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഫീ അടിക്കാനുള്ള ലിങ്ക് ഇവിടുന്ന് ഡിസപ്പിയർ ആയി, ഇതൊക്കെ ഡിസേബിൾ ആയിട്ടും പോയി. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഫീ റിലാക്സേഷൻ ഉള്ളവർക്കാണ്, നമുക്ക് ഫീ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ SC STക്കൊക്കെ എന്താണ് ഫീ റിലാക്സേഷൻ ഉണ്ട്. ഞാനിവിടെ മെയിൽ സെലക്ട് ചെയ്തുകൊണ്ട് എന്താണ് എനിക്കിവിടെ ഫീ അടിക്കണം. അതുപോലെ കാറ്റഗറി ജനറലും ആണ്. ഇനി കാറ്റഗറി SC ആകുമ്പോൾ ഈ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഫീ ആദ്യം അടയ്ക്കണതിൽ, അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ SBI കളക്റ്റിലൂടെയാണ് ഫീ എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക SBI കളക്ട് പറഞ്ഞാൽ SBI ബാങ്കിൻ്റെ ATM കാർഡ് തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് ആ സെയിം ബാങ്കിൻ്റെ എന്താണ് ഡെബിറ്റ് കാർഡ് തന്നെ വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്തിട്ടും ഫീ അടയ്ക്കാം, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്. ഇനി നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ UPI യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫീ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിൽക്കണം അപ്ലിക്കേഷൻ ഫീ ഫോർ അഡ്വർടൈസ്മെൻറ്റ് നമ്പറൊക്കെ കൂടെ ബൈ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്താണ്. ഇവിടെ നിങ്ങൾക്ക് CSIR ലോഗോ, അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഏരിയ ഒക്കെ ഇവിടെ കാണാം, തിരുവനന്തപുരമൊക്കെ കാണാം അതിൻ്റെ പേരൊക്കെ. അതോടൊപ്പം നമ്മൾ നിങ്ങളുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം, നിങ്ങളുടെ കാറ്റഗറി ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ. അപ്പോൾ ഞാൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറൽ ആണെങ്കിൽ ജനറൽ കൊടുക്കാം. ഇനി ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണെങ്കിൽ ഫൈനാൻസ് അക്കൗണ്ട് അതുണ്ട്, അത് വേറെ സെപ്പറേറ്റ് ചെയ്യണം, സെലക്ട് ചെയ്യണം. ദെൻ ഇനി നമ്മുടെ സ്റ്റോർ ആൻഡ് പർച്ചേസ് ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇനി ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഏതാഴ്ച നിങ്ങൾ അനുസരിച്ച് കൊടുക്കുക. ഞാൻ ജനറലാണ് അപ്ലൈ ചെയ്യുന്നത്, അതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കാം, അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാം. ഫീ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് 500 rupees. അപ്പോൾ അപ്ലിക്കേഷൻ നമ്പറാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ. അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കേണ്ട, അത് മാൻഡറ്ററിയോ അല്ല. നിങ്ങൾക്കിവിടെ കാണാൻ സ്റ്റാർ ഇല്ല, അത് മാൻഡറ്ററി ഫീൽഡ് അല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഫീൽഡാണ്. റിമാർക്കിൽ നിങ്ങൾ അഡ്വർടൈസ് നമ്പറോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി ഇവിടെ നിങ്ങളുടെ പേര്, അടിയിലും നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഇവിടെ നമ്മൾ റീഡ് ചെയ്തൊന്ന് ഡിക്ലെയർ ചെയ്യുക. നിങ്ങൾക്ക് ക്യാപ്ച കോഡ് ഉണ്ട്, ക്യാപ്ച കോഡ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിന് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമ്മൾ വെരിഫൈ പേയ്മെൻറ്റിലേക്കാണ് പോകുക. നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് മോഡ് ഏതാണ് സെലക്ട് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മെത്തേഡ് പേയ്മെൻ്റ് ആണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ പ്രിൻറ്റ് നമ്മൾ ഫൈനലിൽ പ്രിൻ്റ് എടുക്കുക. ഈ പ്രിൻ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരല്ലോ, അത് നമ്മൾ ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഈ പേയ്മെൻറ്റിൻ്റെ പ്രിൻറ്റ് നിങ്ങൾ അയച്ചു കൊടുക്കണം, ഫീ അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ. ഇനി ഫീ റിലാക്സേഷൻ ഉള്ളവരാണെങ്കിൽ ആ പ്രിൻറ്റിൻ്റെ ആവശ്യമില്ല, അവർക്ക് ഫ്രീ ആണ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രിൻ്റ് എടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. പിന്നെ നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ,
ദെൻ നമ്മളിനി അടുത്ത ഘട്ടം ഇപ്പം നമ്മൾ ഫീ അടച്ചു കഴിഞ്ഞാൽ ഫീൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഏത് അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് പോയത് വെച്ചാൽ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പേര്, ആരുടെ പേരിലാണ്, നിങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങളുടെ ഫാദറിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നാണോ ഏതാണ് ഫീ അടച്ചു വെച്ചാൽ ആ പേര് ഇവിടെ കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഫീ അടച്ച ഡേറ്റ് മന്ത് ഇയർ, ഇന്നാണ് ഫീ അടച്ചെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ട്രാൻസ്ഫർ ബാങ്ക്, ഓക്കെ, നമ്മുടെ ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഞാൻ കനറ ബാങ്കിൻ്റെ ATM കാർഡാണ്, കനറ ബാങ്കിൽ നിന്നാണ് കൊടുക്കുക. ഇനി നിങ്ങൾ SBIൻ്റെ ആണെങ്കിൽ SBI ഏതാഴ്ച കൊടുക്കുക. നിങ്ങളുടെ ATM കാർഡ് ഏതാഴ്ച ആ ബാങ്കാണ് അവിടെ കൊടുക്കേണ്ടത്. ട്രാൻസ്ഫർ ബ്രാഞ്ച്, നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിം ഉണ്ടാവും നിങ്ങളുടെ പാസ്ബുക്കിലുണ്ട്, അത് കൊടുക്കുക. പിന്നെ ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ ഉണ്ടാവും, അത് നമ്മുടെ റെസിപ്റ്റിലുണ്ടാവും. ഇവിടെ ഫൈനലി നമുക്ക് റെസിപ്റ്റ് കിട്ടുമല്ലോ, അതിൽ ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ ഉണ്ടാവും, ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. എമൗണ്ട് 500 എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മളുടെ അഡ്രസ്സാണ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. ഇവിടെ അടിയിൽ ഈ കോളത്തിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സും കൊടുക്കുക. ഈ രണ്ടും സെയിം ആണെങ്കിൽ അതേ അഡ്രസ്സിനോടെ നിങ്ങൾ കോപ്പി ചെയ്തിട്ടാൽ മതി. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫീ അടയ്ക്കാത്ത രീതിയിലാണ് ഞാനിത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ വാലിഡ് ആയിട്ടുള്ള കൊടുക്കണം. അപ്പോൾ അത് തെറ്റായുള്ളൊരു സന്ദേശമാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനിവിടെ ജെൻഡർ ഒന്ന് മാറ്റി ഫീമെയിൽ ആക്കിയിട്ട് ഞാനിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ അടുത്ത് നമുക്ക് ഫീ അടച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് വരിക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ ആ ഫീ ഡീറ്റെയിൽസ് കൊടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമ്മളിവിടെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് SSLC ആണ് ആദ്യം സെലക്ട് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് SSLC ആണ്, ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ നിങ്ങളുടെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ അത് ആഡ് ചെയ്യുക. ഓക്കെ, സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് നമ്മളിവിടെ ജനറൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് വിവിധ സബ്ജക്റ്റുകൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ജനറൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ബോർഡർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, കേരള സ്റ്റേറ്റ് ബോർഡാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ളതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി CBSE, ICSE, THSLC ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അത് ടൈപ്പ് ചെയ്യണം കേട്ടോ. മാർക്ക്, പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA ഇതിലേതൊന്നും കൊടുത്താൽ മതി. അപ്പോൾ പെർസെൻറ്റേജ് അറിയെങ്കിൽ നിങ്ങൾ ആ പെർസെൻറ്റേജ് കൊടുക്കുക. അപ്പോൾ പെർസെൻറ്റേജ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നമ്മുടെ GOCL എജുലാൻഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട് അതിൽ. ഇയർ ഓഫ് പാസിംഗ് എന്നാണ് നമ്മൾ പാസ് ഔട്ടായ വർഷം എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കൊടുക്കാം. ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഇത് ഏതെങ്കിലും ഉണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി കൺഫ്യൂഷൻ ആണെങ്കിൽ. അപ്പോൾ ഒരു 65 അബോവ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കൊടുക്കാം നിങ്ങൾക്ക്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കണം. ഇനിയും ക്വാളിഫിക്കേഷൻ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ക്വാളിഫിക്കേഷൻ കൊടുക്കുക. അടുത്ത +2ൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ HSC ആണ് വരിക കേട്ടോ. ഓക്കെ, +2ൻ്റെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിലേക്ക് ഈ +2 ആണ് ഇതിൻ്റെ യോഗ്യത. ഓക്കെ, +2 നിങ്ങൾ ഏതാണ്, സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ഏതാச்சுം നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ഈ ബയോസയൻസ് ആണ് ബയോസയൻസ് കൊടുക്കാം, കമ്പ്യൂട്ടർ സയൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് കേരള ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. പിന്നെ നിങ്ങൾ പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കാം. ബോർഡ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും കേട്ടോ, കറക്റ്റായിട്ട് കൊടുക്കണം. എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പാസ് ഔട്ടായ വർഷം നിങ്ങൾ എന്താണ് പാസ് ഔട്ട് ആയത് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. അവിടെ സെലക്ട് ഫസ്റ്റ് ക്ലാസിൻ്റെ ഫസ്റ്റ് ക്ലാസ് കൊടുക്കാം. ഇനി വീണ്ടും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ്റെ ആഡ് എന്നുള്ളത് കൊടുക്കുക. നിങ്ങളുടെ ITയോ ഡിഗ്രിയോ ഡിപ്ലോമയോ മറ്റേ ഏതെങ്കിലും ആണെങ്കിൽ അതേഴ്സ് കൊടുത്ത് അങ്ങനെയും കൊടുക്കാം. ഇനി ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് കൊടുത്താൽ ആ ഏറ്റവും താഴെ ഡിലീറ്റ് ആയിട്ട് പോകും. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുമ്പാടെ ചെക്ക് ചെയ്യണം. അതായത് ഇവിടെ ഒരു നമുക്ക് യെസ് ഓർ നോ എന്നുള്ളൊരു ഇതുണ്ട്. അതായത് നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കൊടുത്തോ എന്നുള്ളതാണ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ കൊടുത്തോ എന്നുള്ള യെസ് എന്ന് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ഉള്ള യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, എന്നാൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ മറ്റു ഡീറ്റെയിൽസ് അതർ ഇൻഫർമേഷനാണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാക്കണ്ട, ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ 0 ഇട്ട് കൊടുക്കുക, ഇവിടെ 0 ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് മിനിമം ടൈം നമ്മളിപ്പോൾ ഇതിൽ സെലക്ട് ആയാലും എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ എന്ന് വില്ലിംഗ് ആണെന്നുള്ളത് കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ നിലവിൽ CSCR അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയുള്ള സ്ഥാപനം, മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും CSCR ആരെങ്കിലും വർക്ക് ചെയ്യുന്നതിൻ്റെ യെസ് എന്ന് കൊടുക്കാം. യെസ് എന്ന് കൊടുത്താൽ അവരുമായുള്ള റിലേഷൻഷിപ്പ് ഈ കോളത്തിൽ കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ലാംഗ്വേജ്, ഇപ്പോൾ നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലാംഗ്വേജ് നമ്മൾ റിട്ടൺ ടെസ്റ്റിൻ്റെയൊക്കെ ലാംഗ്വേജ് ഏതാ വേണ്ടത്, ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിന് കൊടുക്കുക കേട്ടോ. ഓക്കെ, മറക്കണ്ട.
ഇനി പിന്നെ നമ്മളിവിടെ എന്തെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ കൊടുക്കാൻ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആവും, കാരണം ഈ പോസ്റ്റിന് കേട്ടോ. അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അഡീഷണലി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ വെക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ 1, 2 എന്നിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ അടിച്ചെടുക്കാം. ഓക്കെ, SSLC സർട്ടിഫിക്കറ്റോ ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അവിടെ ജസ്റ്റ്. എന്നിട്ട് നമ്മളിവിടെ സേവ് എന്ന് കൊടുക്കാം. അങ്ങനെ സേവ് എന്ന് കൊടുത്താൽ അടുത്ത നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന, അതായത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന പേജിലേക്കാണ്. ഫോട്ടോ ആണ്, മാക്സിമം സൈസ് 150 വരെ പോകും. ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഫോട്ടോ എടുക്കുക, ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ആ ഒരു ഫയൽ നെയിം കൂടെ വരും കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ എടുക്കാം, നമ്മളതിലേക്ക് അപ്ലോഡ് ചെയ്യാം. സിഗ്നേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അത് നമ്മളൊരു സിംഗിൾ ഫയലായിട്ട് ചെയ്യണം കേട്ടോ അവിടെ. ഓക്കെ, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം, അതായത് SSLC ബുക്ക്, അപ്പോൾ ഞാൻ ഈ പോസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. SSLC ബുക്ക് +2 ആണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അത് രണ്ടും നല്ല ഒരു സിംഗിൾ PDF ആക്കുക നിങ്ങൾ കറക്റ്റാക്കിയിട്ട്. എന്നിട്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്ത് സിംഗിൾ ഫയലാക്കിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഒരു സിംഗിൾ ഫയലാക്കിയിട്ട് 6 MB വരെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു സിംഗിൾ ഫയലാക്കുക, എന്നിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക കേട്ടോ. വേറെ ഒന്നും വിട്ടു പോകരുത്. ഇനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള സർട്ടിഫിക്കറ്റ്, ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾ അതിൻ്റെ കൂടെ വെക്കുക കേട്ടോ. എന്നിട്ട് അത് സിംഗിൾ ഫയലാക്കിയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഇത് നമുക്ക് ചെയ്യേണ്ടതല്ല. ഇത് നമ്മൾ പേര് ചേഞ്ച് ചെയ്താൽ അതിന് എന്താണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ എന്താണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനാണ്. പേര് ചേഞ്ച് ചെയ്തവർ അങ്ങനെ ചെയ്താൽ മതി, നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ ഫീ റെസിപ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഫീ അടച്ചത് കൊണ്ട് ഫീ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഫീ അടച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ചെയ്യണത് വേറെ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കുക. എന്ന് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ സബ്മിറ്റ് കൊടുത്താൽ എനിക്ക് തോന്നുന്നു നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആവും. അതായത് ജസ്റ്റ് ഇതിൻ്റെ ഓൺലൈൻ പ്ലീസ് വെയിറ്റ് എന്ന് കാണാൻ സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ്. യുവർ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻ നമ്പറാണ്, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ. ടു മോഡിഫൈ ഓർ ഫൈനലൈസ് ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റാം. ഇപ്പം നിലവിൽ നമ്മുടെ ഡ്രാഫ്റ്റ് ആയിട്ടുള്ളൂ, അത് സെൻഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നത് കൊടുത്തു കേട്ടോ. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് പറയുന്നത് യുവർ ഡ്രാഫ്റ്റ്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം, അവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, ഫൈനലൈസ് ചെയ്യണം ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫൈനലൈസ് ചെയ്താൽ നമ്മളിതൊരു വെറുതെ ചെയ്തൊരു ആപ്ലിക്കേഷൻ അല്ലേ. അങ്ങനെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിൻ്റ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് പോകരുത്, ലാസ്റ്റ് സ്റ്റെപ്പിൽ വെച്ച് പോകരുത്. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിലേക്കും അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ലോഗിൻ മെയിൻ മെനു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് എന്താണ് ഫൈനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ ഫൈനലൈസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കാരണം ഞാനിപ്പോൾ ഇവിടെ ഫൈനലൈസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മേ ബി ഇത് സബ്മിറ്റ് ആയി പോകും. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ വെറുതെ അവരുടെ സെർവറിലേക്ക് നമ്മളൊരു ഡീറ്റെയിൽസ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതവർക്ക് ബുദ്ധിമുട്ടാവും അത് വെരിഫൈ ചെയ്യുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഫൈനലൈസ് ആപ്ലിക്കേഷൻ കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫൈനലൈസ്ഡ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അത് ഫൈനലൈസ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രിൻ്റ് എടുക്കണം. അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള വീഡിയോ, നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അതിൽ നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണെന്നായിരിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ലോഗിൻ മെയിൻ മെനുവിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. എനിക്ക് എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിനാണ് ഞാൻ ഇപ്പോൾ ലോഗിൻ മെയിൻ മെനുവിലേക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ എഡിറ്റ് ഓർ ഫൈനലൈസ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാം, അൺഫൈനലൈസ്ഡ് എന്നാണ്. നമ്മളിത് ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഫൈനലി സബ്മിറ്റ് ചെയ്താൽ ഫൈനലൈസ് എന്നിവിടെ കാണിക്കും. ഞാൻ എഡിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതാണ് എഡിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ഭാഗമുണ്ട്. പേഴ്സണൽ ഇൻഫർമേഷൻ ആണെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അവിടെ എഡിറ്റ് ചെയ്യാം. എക്സ്പീരിയൻസ് ആണ്, ഏതാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാം. അതിൻ്റെ നേരെ ബട്ടൺസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഫൈനലൈസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഫൈനലി ആക്കാം. എന്നിട്ട് പ്രിൻ്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നതിനൊക്കെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്കാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാനിവിടെ തന്നിരിക്കുന്നത് കേട്ടോ, നോട്ടിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. അത് കണ്ടിട്ട് നിങ്ങളത് തീരുമാനിക്കുക കേട്ടോ. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ. താങ്ക് യു.